Good afternoon. Good afternoon. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത് എത്ര വരെയായിരുന്നു? ഹിസ്റ്ററി നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽ തുടങ്ങിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? Good afternoon. Okay, നോക്കിക്കോളൂ കേട്ടോ. Types of hospitals. There are an extensive variety of classifications available in case of hospitals. Every classification has a strong basis. The major classification of the hospital are listed below. എന്താണ് എല്ലാ ഹോസ്പിറ്റലിലും അല്ലെ ഹോസ്പിറ്റലിലെ കാര്യത്തിൽ ഒരു ഗ്രാൻഡ് വെറൈറ്റി ഓഫ് ക്ലാസിഫിക്കേഷൻ അവൈലബിൾ ആണ്. ഓരോ ഹോസ്പിറ്റലിനും അതിൻ്റെതായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തില് ഹോസ്പിറ്റലിൽ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതാണ് ലിസ്റ്റുകളായിട്ട് താഴെ കൊടുത്തിരിക്കുന്നത്. The main classifications are okay on the basis of services provided. Service provide ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തില് രണ്ട് രീതിയിൽ ഹോസ്പിറ്റലുകളെ തരംതിരിച്ചിട്ടുണ്ട്. ജനറൽ ഹോസ്പിറ്റൽ അതുപോലെ തന്നെ എന്താണ് സ്പെഷ്യൽ ഹോസ്പിറ്റൽ. ഇനി on the basis of size or number of beds ന്റെ അടിസ്ഥാനത്തില് റീജിയണൽ ഓർ ടീച്ചിങ് ഹോസ്പിറ്റൽ. റീജിയണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാദേശിക ഹോസ്പിറ്റൽ. പിന്നെ എന്താണ് റൂറൽ ഹോസ്പിറ്റലും ഉണ്ട്, ഡിസ്ട്രിക്ട് ഗ്രാമീണ ഹോസ്പിറ്റലും അതുപോലെ ജില്ലാ തല ഹോസ്പിറ്റലും. ഇനി ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് ഉടമസ്ഥാവകാശം അല്ലെ, ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥാവകാശമാണ്. അതിന്റെ ബേസിസിൽ തരംതിരിച്ചിട്ടുള്ളതാണ് പബ്ലിക് ഹോസ്പിറ്റല്, പ്രൈവറ്റ് ഹോസ്പിറ്റല്, കോർപ്പറേറ്റീവ് ഹോസ്പിറ്റല്, hospital written by NGO. NGO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ്. ഇനി എന്താണ് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ. ഓക്കെ, എന്താണ് സ്റ്റേ ചെയ്യുന്ന ആ ഡ്യൂറേഷന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ലോങ് ഡ്യൂറേഷൻ ഹോസ്പിറ്റൽസ് ഉണ്ട്, ഷോർട്ട് ഡ്യൂറേഷൻ ഹോസ്പിറ്റൽസ്. ഇനി എന്താണ് ഓൺ ദ ബേസിസ് ഓഫ് സിസ്റ്റം ഓഫ് മെഡിസിൻ, അലോപ്പതിക് ഹോസ്പിറ്റൽ, ആയുഷ് ഹോസ്പിറ്റൽ. ഇത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് അതിന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നോക്കാം ഓൺ ദ ബേസിസ് ഓഫ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലിനെ തരംതിരിച്ചിട്ടുണ്ട്. അത് രണ്ട് രീതിയിലാണ് തിരിച്ചിരിക്കുന്നത്. ജനറൽ ഹോസ്പിറ്റൽ ഉണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യൽ ഹോസ്പിറ്റൽ ഉണ്ട്. A hospital offers a galaxy of services to the end customers. അവരുടെ കസ്റ്റമേഴ്സിന് നല്ല രീതിയിലൊരു കൂട്ടം ഓഫർ, ഗാലക്സി എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് സർവീസ് ഓഫർ ചെയ്യുന്നുണ്ട് അല്ലെ. അവിടെ വരുന്ന പേഷ്യൻസിന് ഗ്രൂപ്പ് ഓഫ് സർവീസ് ആണ് ഹോസ്പിറ്റൽസ് ഓഫർ ചെയ്യുന്നത്. All services may not be applicable in every hospital. ഇപ്പോ എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യാത്ത ഹോസ്പിറ്റലുണ്ട്. ഇപ്പോ ഐ ഹോസ്പിറ്റലിനൊക്കെ എന്താണ് ഐയുടെ മാത്രം ആയിട്ടുള്ള ചികിത്സകളാണ് അവിടെ കൊടുക്കുന്നത് അല്ലെ. ബാക്കിയുള്ള ചികിത്സകളൊന്നും അവിടെ കൊടുക്കുന്നില്ല. അപ്പൊ എന്താണ് ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഐ, അതുപോലെ തന്നെ ENT അങ്ങനെയുള്ള ഹോസ്പിറ്റൽസും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സർവീസ് മാത്രം അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ തരത്തിലുള്ള സർവീസസും പ്രൊവൈഡ് ചെയ്യാത്ത ഹോസ്പിറ്റൽസ് ഉണ്ട്. This quality makes it easier to visit different hospitals. അപ്പോൾ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് വിസിറ്റ് ചെയ്യാനായിട്ട് ആളുകൾക്ക് എളുപ്പമാക്കുന്നുണ്ട്. ഓരോ ക്വാളിറ്റി എന്താ പറയാ ENT, അതുപോലെ തന്നെ ഓരോ ഐ ഹോസ്പിറ്റൽ അങ്ങനെയുള്ള ഹോസ്പിറ്റൽസ്. അപ്പൊ ഓരോ ക്വാളിറ്റിയുടെ അനുസരിച്ചും അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ചും ഓരോ ഡിഫറെന്റ് ഡിഫറെന്റ് അസുഖങ്ങൾ വരുമ്പോ ഇപ്പൊ കണ്ണ് മാത്രം കാണിക്കുന്ന ആളുകൾ പേഷ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ അപ്പൊ ഐ ഹോസ്പിറ്റലിൽ പോകും. അപ്പൊ അങ്ങനെയുള്ള
and different എന്താണ് ക്വാളിറ്റി ആണ് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലും ആളുകൾ ഹോസ്പിറ്റൽസ് വിസിറ്റ് ചെയ്യാനായിട്ട് ഇടവരുന്നുണ്ട്. On the basis of the services provided, the hospitals are classified into two. ഇനി on the basis of service provide ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ജനറൽ ഹോസ്പിറ്റലും ഉണ്ട്, സ്പെഷ്യൽ ഹോസ്പിറ്റലും ഉണ്ട്. ഇനി എന്താണ് general hospitals? These are the type of hospital where different specialized services are provided to both the adult and the children under the same roof, including medical, surgery, pediatric, cardiology, dermatology, orthopedics, and ophthalmology, etc. അപ്പൊ എന്താ പറയുന്നത്, ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്, these are the types of hospital for the different specialized services. അവിടെ ചിൽഡ്രൻസിനായാലും അതുപോലെ തന്നെ അഡൽട്സിനായാലും ഡിഫറെന്റ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് സർവീസസ് ഓഫർ ചെയ്യുന്ന തരത്തിലുള്ള ഹോസ്പിറ്റൽസ് ആണ് ജനറൽ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് വരുന്നത്? മെഡിക്കൽ, സർജിക്കൽ, പീഡിയാട്രിക്, കാർഡിയോളജി, ഡെർമറ്റോളജി, ഒഫ്താൽമോളജി, അങ്ങനെ ഡിഫറെന്റ് തരത്തിലുള്ള സർവീസസ് കുട്ടികൾക്കായാലും അതുപോലെ തന്നെ അഡൽട്സിനായാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലിനെയാണ് നമ്മൾ പറയുന്നത് ജനറൽ ഹോസ്പിറ്റൽ. ഓക്കെ, മെഡിക്കൽ കോളേജിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള ചികിത്സകളും അവിടെ അവൈലബിൾ ആണ്. ചികിത്സാപരമായിട്ടും മെഡിക്കലായിട്ടും അതുപോലെ തന്നെ സർജിക്കലായിട്ടും പീഡിയാട്രിക്, കാർഡിയോളജി, എല്ലാ തരത്തിലുള്ള സർവീസസും അവിടെ അവൈലബിൾ ആയിരിക്കും. ഇതാണ് പറയുന്നത് ജനറൽ ഹോസ്പിറ്റൽ. ഫോർ എക്സാമ്പിൾ വേണമെങ്കിൽ ഉദ്ദേശിച്ചു മെഡിക്കൽ കോളേജ്. ഇനി സ്പെഷ്യൽ ഹോസ്പിറ്റൽ എന്താണ്? These are hospitals deal with the specific categories of diseases. Example, eye hospital, hospital for cardiac diseases, ENT hospital, etc. നമ്മൾ പറയുന്നു അല്ലെ, സ്പെഷ്യൽ ആയിട്ടുള്ള കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന രോഗങ്ങളെയൊക്കെ ചികിത്സിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് സ്പെഷ്യൽ ഹോസ്പിറ്റൽസ്. ഇപ്പൊ കണ്ണിന് മാത്രം ചികിത്സിക്കുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്, അതുപോലെ ENT ഹോസ്പിറ്റൽ, കാർഡിയാക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ മാത്രം ചികിത്സിക്കുന്ന ഹോസ്പിറ്റൽ, അപ്പൊ അങ്ങനെയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള രോഗങ്ങളെ ചികിത്സിക്കുന്ന സ്പെഷ്യൽ ആയിട്ട് സർവീസ് കൊടുക്കുന്ന ഹോസ്പിറ്റൽസും ഉണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് സ്പെഷ്യൽ ഹോസ്പിറ്റൽസ്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചു ഓൺ ദ ബേസിസ് ഓഫ് സർവീസിൽ രണ്ട് ടൈപ്പ് ആണുള്ളത്. ഏതൊക്കെയാണ്? ജനറൽ ഹോസ്പിറ്റലും ഉണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യൽ ഹോസ്പിറ്റലും ഉണ്ട്. ഇനി on the basis of number, size or number of beds, ബെഡിന്റെ അടിസ്ഥാനത്തിൽ സൈസിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലുകളെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് നോക്കാം. A hospital should have an enough number of beds accommodated their inpatients and should have enough space to accommodate the patients and staff as mentioned in the rules. According to the size or number of beds, the hospital is classified into three. അപ്പൊ എന്താണ്, ഇൻപേഷ്യന്റിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള നമ്പർ ഓഫ് ബെഡ്സ് ഉണ്ടാവണം. അതുപോലെ തന്നെ എന്താണ്, പേഷ്യൻസിനെയും സ്റ്റാഫിനെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് അവിടെ അവൈലബിൾ ആയിരിക്കണം ആ ഹോസ്പിറ്റലിൽ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? റീജിയണൽ ഓർ ടീച്ചിങ് ഹോസ്പിറ്റൽ എന്നും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, റൂറൽ ഹോസ്പിറ്റൽ എന്ന രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്. റീജിയണൽ പ്രാദേശിക ഹോസ്പിറ്റല്, ഡിസ്ട്രിക്ട് ജില്ലാതല ഹോസ്പിറ്റല്, അതുപോലെ റൂറൽ ഗ്രാമീണ ഹോസ്പിറ്റല്. ഇനി ഓരോന്നും പഠിക്കാം. ഫസ്റ്റ് വണ്ണാണ് റീജിയണൽ ഓർ ടീച്ചിങ് ഹോസ്പിറ്റൽ. These hospitals have more than 500 beds. എന്താണ് ഇങ്ങനെ റീജിയണൽ ഹോസ്പിറ്റൽ എന്താണ് മോർ ദാൻ 500 ബെഡ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ് there are attached to medical colleges and have all types of specialists and subspecialists. For example, radiotherapy, neurosurgery.
ഓക്കെ, അങ്ങനെയുള്ള എന്താണ് സ്പെഷ്യാലിറ്റീസ്, സബ് സ്പെഷ്യാലിറ്റീസും ഉള്ള ഡോക്ടേഴ്സ് അവിടെ അവൈലബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുന്നത് എന്തൊക്കെയാണെന്ന് റേഡിയോതെറാപ്പി ഉണ്ടാവും, ന്യൂറോ സർജറി ഉണ്ടാവും. അങ്ങനെയുള്ള സ്പെഷ്യലിസ്റ്റുകളും ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി എന്താ പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഓഫ് ദീസ് ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽ ഹല്യ ഹോസ്പിറ്റൽ, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജ്, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏതിന്റെ എക്സാമ്പിൾ ആണ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനായിട്ട് തയ്യാറാവണം കേട്ടോ. ഓക്കെ, ഓർത്ത് വെക്കും. അഹല്യ ഹോസ്പിറ്റലും അതുപോലെ തന്നെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ കോളേജ്. ഇവിടെ പറയുന്നത് ഒന്നിലധികം റീജിയണൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിലധികം ഡിസ്ട്രിക്റ്റുകളെ ഉൾപ്പെടുന്ന ഒരു വലിയ പ്രദേശത്ത് സേവനം ചെയ്യുന്നതാണ് റീജിയണൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ. ഒന്നിലധികം ഡിസ്ട്രിക്റ്റുകളെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ പ്രദേശത്ത് സേവനം ചെയ്യുന്ന ഹോസ്പിറ്റൽസ്. ജില്ലാ തലത്തിൽ കിട്ടാത്ത പല ചികിത്സകളും ഈ റീജിയണൽ ഹോസ്പിറ്റലിൽ കിട്ടുന്നുണ്ട്. Okay, more than 500 beds ഉണ്ടാവും. അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റീസും സബ് സ്പെഷ്യാലിറ്റീസും അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ എക്സാമ്പിൾ പഠിച്ചു വയ്ക്കും. അഹല്യ ഹോസ്പിറ്റലും അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജ്. ഇനി നെക്സ്റ്റ് ആണ് എന്താ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ provide about 15 specialties. 15 specialties hospital available are including medical, surgical, gynecology, anesthesia, dermatology, and have the range of births from 100 to 500 beds ആയിരിക്കും അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള എന്താണ് സർവീസുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്പെഷ്യാലിറ്റീസുകൾ ആ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ എത്രയാണ്, 100 to 500 ബെഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഈ റൂറൽ ഹോസ്പിറ്റൽ നോക്കിയേ, ഇറ്റ് ഹാസ് എ കപ്പാസിറ്റി ഓഫ് 20 to 100 ബെഡ്സ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഓരോ ബെഡ്സിന്റെ ആ പോർഷൻ അണ്ടർലൈൻ ചെയ്ത് വെക്കാം, എത്ര തൊട്ട് എത്ര വരെയാണെന്നുള്ളത് കേട്ടോ. ഓക്കെ, ചോദിച്ചു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. എത്ര തൊട്ട് 20 തൊട്ട് 100 വരെയുള്ള ബെഡ്സ് ആ റേഷ്യോയിലാണ് റൂറൽ ഹോസ്പിറ്റലിൽ. അത്തരത്തിലുള്ള റൂറൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ 20 തൊട്ട് 100 വരെ ബെഡ്സുകൾ അവൈലബിൾ ആയിരിക്കും. അത്രയും കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. ഇത് പ്രൊവൈഡ് മെഡിക്കൽ സർജിക്കൽ കെയർ. പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, മെഡിക്കൽ സർജിക്കൽ കെയർ മാത്രമാണ് റൂറൽ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അത്തരത്തിലുള്ള കെയർ മാത്രമാണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. നമ്മള് എന്താണ് ഓൺ ദ ബേസിസ് ഓഫ് സർവീസിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ഓൺ ദ ബേസിസ് ഓഫ് സൈസ് ആൻഡ് ബെഡ് നമ്പർ ഓഫ് ബെഡ്സ് വായിച്ചു നോക്കാം കേട്ടോ.
Okay. Ini next ആണ് on the basis of ownership. അല്ലെ അവകാശത്തിന്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. Okay. Nowadays, hospitals are turning into a huge business at the former stage. Government has shown the interest to establish a hospital, but now private parties are ruling this sector. Apart from this, two parties, corporate societies, and different non-governmental organizations are also returning hospitals. So the classification are okay. Nowadays, hospitals are turning into a huge business at the former stage. നമുക്കറിയാം ഇപ്പോ ഹോസ്പിറ്റൽ എന്താണ് ഹ്യൂജ് ബിസിനസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. എന്താണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പണ്ടുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഇപ്പോഴുള്ള ഹോസ്പിറ്റൽസിൽ വ്യത്യസ്തമാണ്. പുതിയ പുതിയ ഇന്നോവേഷൻസ്, പുതിയ പുതിയ ടെക്നോളജീസ്, പുതിയ പുതിയ ഫെസിലിറ്റീസ് ഒക്കെയാണ് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയധികം സ്റ്റാഫുകൾ ഉണ്ടാവും, കുറേയധികം എന്താ എക്യുപ്മെന്റ്സ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ്, അതുപോലെ അവൈലബിലിറ്റീസ് അല്ലെ, പുതിയ പുതിയ മെഷീൻസ്, അങ്ങനെയുള്ള വെറൈറ്റി ഓഫ് മെഷീൻസും അങ്ങനെയുള്ള കാര്യങ്ങളുമാണ് ഹോസ്പിറ്റലിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോ എന്താണ് ഹോസ്പിറ്റലിലെ കാര്യം ഇപ്പോൾ സേവനം ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് എന്തായിരിക്കാം പറയാൻ പറ്റുമോ? സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്, സർവീസ് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും അവരുടെ പ്രധാനപ്പെട്ട ഒരു മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബിസിനസ് ഓർഗനൈസേഷനെ പോലെ ഹോസ്പിറ്റൽസ് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ബിസിനസ് ആണ് നടത്തുന്നത്. മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്തായിരിക്കും? പ്രോഫിറ്റ് ആണ് അല്ലെ. ബിസിനസ് ആണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. Okay. Governments have shown interest to establish a hospital, but now private parties are ruling in this sector. Government hospitals സ്ഥാപിക്കാനായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് സ്ഥാപിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കൂടിയും ഓരോ മേഖലയും എന്നാൽ പോലും ഓരോ മേഖലയും ഭരിക്കുന്നത് ആരാണ്? പ്രൈവറ്റ് പാർട്ടീസ് ആണ്. ഇനി എന്താ പറയുന്നത്?
Apart from these two parties, cooperative societies and different non-governmental organizations are also running hospitals now. ഇവ രണ്ടും കൂടാതെ എന്തൊക്കെ പാർട്ടീസ് ഭരിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ഹോസ്പിറ്റൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. കോർപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതുപോലെ തന്നെ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, ഈ രണ്ടും കൂടി ചേർന്ന് ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട്. ഓക്കെ, കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയാലും അതുപോലെ തന്നെ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, NGO നമ്മൾ പഠിച്ചില്ലേ. നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് ആണ്, അതുപോലെ തന്നെ ഒരു നോൺ പ്രോഫിറ്റ് ഗ്രൂപ്പ് ആണ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. അതും കൂടി ഇത് നടത്തുന്നത് ഹോസ്പിറ്റൽ റൺ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഗവൺമെന്റിന് ഹോസ്പിറ്റൽസ് സ്ഥാപിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കൂടിയും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്നാണ് പ്രൈവറ്റ് പാർട്ടീസ് ആണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രൈവറ്റ് മേഖലകളിലുള്ള കാര്യങ്ങളാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ബാക്കി രണ്ട് കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. എന്തൊക്കെയാണ്? കോർപ്പറേറ്റീവ് സൊസൈറ്റീസും അതുപോലെ തന്നെ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനും കൂടി രണ്ടും കൂടി നടത്തുന്നുണ്ട്, ഹോസ്പിറ്റൽസ് നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി എന്താണ് ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്, ഉടമസ്ഥാവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? പബ്ലിക് ഹോസ്പിറ്റൽ എന്നും പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്നും കോർപ്പറേറ്റീവ് ഹോസ്പിറ്റലും അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് NGO. എന്താണ് പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പബ്ലിക് ഹോസ്പിറ്റൽസ്, these hospitals are owned and operated by the government. Okay, underline ചെയ്ത് വെക്കാം. These hospitals are owned and operated by ആരാ ചെയ്യുന്നത്? ഗവൺമെന്റ് ആണ്. And or autonomous body, അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യുന്ന ഓട്ടോണമസ് ബോഡി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, കാലിക്കട്ട് പബ്ലിക് ഹോസ്പിറ്റലിലെ എക്സാമ്പിൾ എന്തൊക്കെയാണ് പറയുന്നത്? കാലിക്കട്ട് മെഡിക്കൽ കോളേജും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്ത്, ഇത് രണ്ടും പബ്ലിക് ഹോസ്പിറ്റലിന് എക്സാമ്പിൾസ് ആണ്. ഓർത്ത് വെക്കാം കേട്ടോ. കാലിക്കട്ട് മെഡിക്കൽ കോളേജും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്ത്. ഇനി പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? These hospitals are owned and operated by private people or entrepreneurs. Underline ചെയ്യാം. Hospitals അല്ലെ, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് owned and operated by ആരാണ്? പ്രൈവറ്റ് പീപ്പിൾ അല്ലെങ്കിൽ entrepreneurs എന്നാണ് പറയുന്നത്. അവരാണ് എന്ത് ചെയ്യുന്നത്? ഹോസ്പിറ്റൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഓൺ ചെയ്യുന്നത്. ഇനി എന്താ? ഫോർ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, കിൻഡർ ഹോസ്പിറ്റൽ, അപ്പോളോ ഹോസ്പിറ്റൽ എക്സെട്ര. അതുകൊണ്ട് അണ്ടർലൈൻ ചെയ്യാം. പ്രൈവറ്റ് ഹോസ്പിറ്റൽ എക്സാമ്പിൾ ആണ് കിൻഡർ ഹോസ്പിറ്റലും അപ്പോളോ ഹോസ്പിറ്റലും. എന്താണ് കോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽ? These hospitals are owned by cooperative society and they have a set of board members to make decisions. അപ്പൊ എന്താണ് കോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓൺ ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റൽ ഓൺ ചെയ്തിരിക്കുന്നത് ആരാണ്? കോർപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. And they have set of board members make decisions. നമ്മുടെ കോർപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ബോർഡ് മെമ്പേഴ്സ് ഉണ്ടാവും അല്ലെ. ആ ഹോസ്പിറ്റലിൽ എന്ത് തീരുമാനങ്ങളും എന്ത് വന്നിട്ടുണ്ടെങ്കിലും പുതിയ ടെക്നോളജി വരാം, അല്ലെങ്കിൽ പുതിയ സർവീസുകൾ ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്നോവേഷൻസ് ആ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ തീരുമാനമെടുക്കുന്നത് ആരായിരിക്കും? ബോർഡ് മെമ്പേഴ്സ് ഉണ്ടാവും. അവരുടെ തീരുമാനങ്ങൾ അനുസരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ബോർഡ് മെമ്പേഴ്സ് ഉണ്ടാവും. എന്ത് വന്നിട്ടുണ്ടെങ്കിലും തീരുമാനങ്ങൾ അവരിലൂടെയാണ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് കോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അത് ഓൺ ചെയ്തിരിക്കുന്നത്, ഹോസ്പിറ്റൽ ഓൺ ചെയ്യുന്നത് ആരാണ്? കോർപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. അതുപോലെ തന്നെ അവിടെ എന്ത് ഡിസിഷൻ എന്തെങ്കിലും ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇപ്പൊ ചിലപ്പോൾ എന്തെങ്കിലും പേഷ്യൻസിന് കംപ്ലൈന്റ് ഉണ്ടാവാം, അവിടെ കൊടുക്കുന്ന സർവീസിലോ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവിടെ ഡോക്ടർമാർക്കെതിരെ പരാതികൾ, സ്റ്റാഫുമാർക്കെതിരെ പരാതികൾ അല്ലെ, അതുപോലെ തന്നെ എന്തെങ്കിലും പരാതികളോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു ടെക്നോളജി നമുക്ക് പിന്നെ നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണം, നമ്മളെ ഗോൾസ് സെറ്റ് ചെയ്യണം അല്ലെ, നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ മാർക്കറ്റിങ്ങിലൊക്കെ പഠിച്ചില്ലേ,
എന്തൊക്കെയാണ് ഒരു പുതിയ ടെക്നോളജി അല്ലെങ്കിൽ പുതിയൊരു എന്താ ഒരു ഗോള് 2 വർഷത്തിനുള്ളിൽ നമ്മൾ സെറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ മാർക്കറ്റിങ്ങിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റൽ മേഖലയിൽ പല പല എന്ത് വരുന്ന ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ടെക്നോളജീസ് ഒക്കെ നമ്മൾ എന്താണ് വന്നാൽ കൂടി ഇവരാണ് ഈ ബോർഡ് മെമ്പേഴ്സ് ആയിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ എന്താ അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇരിങ്ങാലക്കുട കോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. ഇരിങ്ങാലക്കുടയിൽ ഒരു കോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പൊ അവിടെ എന്താണ് ഈ ബോർഡ് മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ അവിടെ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരാണ് ഡിസിഷൻസ് എടുക്കുന്നത്. ഓക്കെ, കേട്ടിട്ടുണ്ടോ ഇരിങ്ങാലക്കുടയിലെ കോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽ? തൃശ്ശൂരുണ്ട്. ഓക്കെ, കോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽ തൃശ്ശൂർക്കാർക്ക് അറിയാൻ പറ്റും. പിന്നെ എന്താ hospital running by NGO. Okay, non-profit organization. Okay, NGO. Okay, these kinds of hospitals are operated and managed by certain non-governmental organization on the charity basis. ചാരിറ്റിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു സഹകരണ സംഘടന നടത്തുന്ന ഹോസ്പിറ്റലാണ് ഇത് ഹോസ്പിറ്റൽ റണ്ണിംഗ് ബൈ NGO എന്ന് പറയുന്നത്. ഓക്കെ, ചാരിറ്റിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു സഹകരണ സംഘടനകൾ നടത്തുന്ന ഹോസ്പിറ്റൽസ് ആണ് ഹോസ്പിറ്റൽ റണ്ണിംഗ് ബൈ NGO എന്ന് പറയുന്നത്. നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ നടത്തുന്ന ഹോസ്പിറ്റൽസ് ആണ് എന്തെന്ന് പറയുന്നത് ഹോസ്പിറ്റൽ റണ്ണിംഗ് ബൈ NGO. ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സാമ്പിള് ജീവൻ രക്ഷ ചാരിറ്റി ആൻഡ് സർവീസ് സൊസൈറ്റി. ഓക്കെ, അതൊക്കെ എന്താണ് ഹോസ്പിറ്റൽ റണ്ണിംഗ് ബൈ NGOയുടെ എക്സാമ്പിൾ ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? ഓണർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ, ഓണർഷിപ്പ് ഉടമസ്ഥാവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹോസ്പിറ്റലുകളെ തരംതിരിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞു ഇപ്പോഴുള്ള ഹോസ്പിറ്റൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു ഹ്യൂജ് ബിസിനസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എന്താണ് ഇപ്പൊ ഗവൺമെന്റിന് ഹോസ്പിറ്റൽ സ്ഥാപിക്കാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കൂടിയും എന്താണ് ഉദ്ദേശിക്കുന്നത് ഓരോ മേഖലയും ഭരിക്കുന്നത് ആരാണ്? പ്രൈവറ്റ് പാർട്ടീസ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇപ്പോഴുള്ള ഹോസ്പിറ്റൽ ബിൽഡപ്പ് ചെയ്യുന്നത് പ്രൈവറ്റ് പാർട്ടീസ് ആണ്. രണ്ടുപേരും ഏതൊക്കെയാണ് അവിടെ പറയുന്നത്? കോർപ്പറേറ്റീവ് സൊസൈറ്റീസും നോൺ ഗവൺമെന്റൽ ഏജൻസീസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ്. അവർ രണ്ടും കൂടിയിട്ടാണ് ഇങ്ങനെയുള്ള ഹോസ്പിറ്റല് ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് ഓണർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ അവര് ബിൽഡപ്പ് ചെയ്യുന്നത്. നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ഉണ്ട്, കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള ഹോസ്പിറ്റൽസ് ആണ്? പബ്ലിക് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, കോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഉണ്ട്, ഹോസ്പിറ്റൽ റൺ ബൈ NGO ഉണ്ട്. പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നതും ഓൺ ചെയ്യുന്നതും ഗവൺമെന്റ് ആണ്. ഓക്കെ, ഓട്ടോണമസ് ബോഡിയാണ്. അത് മെഡിക്കൽ കോളേജ് അല്ലെ, കാലിക്കറ്റ് മെഡിക്കൽ കോളേജും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്തും ആണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? ദീസ് ഹോസ്പിറ്റൽ ആർ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ പ്രൈവറ്റ് എന്റർപ്രണേഴ്സ് ആണ്. പ്രൈവറ്റ് എന്റർപ്രണേഴ്സ് അല്ലെങ്കിൽ പ്രൈവറ്റ് പീപ്പിൾ ആണ് അത് ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതും. അതിന് എക്സാമ്പിൾ ആണ് ടീച്ചർ ഹോസ്പിറ്റൽ ആൻഡ് അപ്പോളോ ഹോസ്പിറ്റൽ എക്സെട്ര. ഇനി കോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ ബോർഡ് മെമ്പേഴ്സ് ഉണ്ടാവില്ല. ബോർഡ് മെമ്പേഴ്സ് ആണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അവരാണ് എന്ത് ചെയ്യുന്നത്? കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് അത് ഹോസ്പിറ്റൽ ഓൺ ചെയ്യുന്നത്, അതിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. എക്സാമ്പിൾ ആണ് ഇരിങ്ങാലക്കുട കോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ഹോസ്പിറ്റൽസ് റൺ ബൈ NGO അല്ലെ. NGO ഓക്കെ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അവിടെ പറയുന്നത് എന്താണ്? ചാരിറ്റിയുടെ അടിസ്ഥാനത്തിൽ അല്ലെ, ചാരിറ്റിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സഹകരണ സംഘങ്ങൾ നടത്തുന്ന ഒരു ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റൽ റൺ ബൈ NGO എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഇത് ജീവൻ രക്ഷ ചാരിറ്റി ആൻഡ് സർവീസ് സൊസൈറ്റി. ഓക്കെ, പഠിച്ചു നോക്കാം. ഓരോ എക്സാമ്പിൾസും ഒന്ന് എഴുതി വെക്കുക കേട്ടോ. കറക്റ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കാം. എക്സാമ്പിൾസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനായിട്ട്.
Okay, next നോക്കാം. On the basis of a duration of a stay, അല്ലെ എന്താണ് അവിടെ ആ സ്റ്റേ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഡ്യൂറേഷന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. Admission during of a patient release upon the health condition of the patient and their willingness to stay in the hospital. So, on the basis of the duration of the stay, the hospitals are classified into two: long duration hospital, short duration hospital. Okay. അപ്പോ നമ്മൾ എന്താണ് അവിടെ ഞാൻ പറഞ്ഞത് എന്താണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന അതിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അവിടെ പേഷ്യന്റിന്റെ അഡ്മിഷൻ, അതുപോലെ തന്നെ നമ്മളെ എത്ര ഡേയ്സ് അവിടെ പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കണം എന്നുള്ളത് എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു, അങ്ങനെ ആണ് അവിടെ നമ്മൾ അഡ്മിറ്റ് ആക്കുന്ന ബേസിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അഡ്മിഷൻ, പേഷ്യന്റിന്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എത്ര ദിവസം പേഷ്യന്റിനെ അഡ്മിറ്റ് ആയിട്ട് കിടത്തണം എന്നുള്ളതിനെ എങ്ങനെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്, പേഷ്യൻസിന്റെ ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ടല്ലേ. ഇപ്പൊ പനിയായിട്ടാണെങ്കിൽ പറയും, ഡോക്ടർ പറയും ഒരാഴ്ച കിടന്നാൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ ചുമാറിന് കഫക്കെട്ട് ഉണ്ട് എന്ന് പറയും, ചിലപ്പോൾ 2 ആഴ്ച കിടക്കേണ്ടതായിട്ട് വരാം. ആ ഡ്യൂറേഷൻ അത് നമ്മുടെ പേഷ്യന്റിന്റെ കണ്ടീഷൻ, ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ തുടരാനായിട്ടുള്ള സന്നദ്ധതയും ആശ്രയിച്ചിരിക്കുന്നത്. ചില പേഷ്യൻസിന് എന്താണ് ചിലപ്പോ ക്യാഷിന്റെ പ്രശ്നമാകാം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊക്കെ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ മര്യാദയ്ക്ക് നോക്കുന്നില്ല, അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, ചില ഫോമിൽ സൈൻ ചെയ്ത് നിർവഹിച്ച് പേഷ്യൻസ് പോവാറുണ്ട് അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിൽ തുടരാനായിട്ടുള്ള സന്നദ്ധത കാണിക്കുന്നവര്, അപ്പൊ അതിലേക്ക് അടിസ്ഥാനത്തില് സ്റ്റേ ചെയ്യുന്ന ഡ്യൂറേഷന്റെ അടിസ്ഥാനത്തില് പേഷ്യന്റിന്റെ കണ്ടീഷൻ നോക്കുന്നുണ്ട്, അവിടെ തുടരാനായിട്ടുള്ള സന്നദ്ധത, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അവർ സ്റ്റേ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലുകളിൽ ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ട്. അതാണ് ലോങ് ഡ്യൂറേഷൻ ഹോസ്പിറ്റൽസ്, ഷോർട്ട് ഡ്യൂറേഷൻ ഹോസ്പിറ്റൽ. ലോങ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ അറിയാൻ നോക്കിക്കോളൂ. ലോങ് ഡ്യൂറേഷൻ ഹോസ്പിറ്റൽസ് പേഷ്യന്റ് സ്റ്റേ മോർ ദാൻ എത്രയാണ്, മോർ ദാൻ 30 days in the hospital as an IP patients. IP എന്താണ്, IP American patients are inpatients. These kinds of hospital can be termed as long duration hospitals. എന്താണ് ലോങ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 30 days അല്ലെ, ഒരു മാസത്തിന് മുകളിൽ അല്ലെ, മോർ ദാൻ 30 days എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, അതാണ് ലോങ് ഡ്യൂറേഷൻ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, പേഷ്യൻസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസ് എത്ര ദിവസമാണ് അവിടെ സ്റ്റേ ചെയ്യുന്നത്, സ്റ്റേ ചെയ്യുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മോർ ദാൻ 30 days ആണെങ്കിലാണ് ലോങ് ഡ്യൂറേഷൻ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഷോർട്ട് ഡ്യൂറേഷൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ if the patients stay less than 30 days in hospital as an IP patients,
These kinds of hospital can be termed as short duration hospital. Hospital admit ആയിട്ടുള്ള patients 30 days കുറവാണ് അവർ സ്റ്റേ ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്നത് ഷോർട്ട് ഡ്യൂറേഷൻ ഹോസ്പിറ്റൽസ് എന്നാണ് പറയുന്നത്. ഷോർട്ട് ഡ്യൂറേഷൻ എന്നാണ് പറയുന്നത്. 30 ഡേയ്സിന് കുറവാണെങ്കിൽ, 30 ഡേയ്സിന് കൂടുതലാണെങ്കിൽ ലോങ് ഡ്യൂറേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് പഠിക്കാം കേട്ടോ. Next on the basis of a system of medicine. System of medicine is an interdisciplinary field of study that looks at the system of the human body as part of an integrated whole, incorporating biochemical, physiological and environmental interactions. Interdisciplinary interdisciplinary field of study. Science of medicine interdisciplinary field of study. Interdisciplinary interdisciplinary means only academic ആയിട്ടുള്ള വിഷയങ്ങളെ സംയോജിപ്പിച്ചു കൊണ്ടുള്ള ഒരു പഠന മേഖലയാണ് സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഇന്റർഡിസിപ്ലിനറി എന്ന് പറയുന്നത്. ഒന്നിലധികം അക്കാദമിക് വിഷയങ്ങളെ സംയോജിപ്പിച്ച് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പഠനം, അതിനെയാണ് സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത്. അതിനെയാണ് ഇന്റർഡിസിപ്ലിനറി എന്ന് പറയുന്നത്. നിരവധി വിഷയങ്ങള് സംയോജിപ്പിക്കുക, അതാണ് ഇന്റർഡിസിപ്ലിനറി. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പഠനമാണ് ഇൻകോർപ്പറേറ്റിംഗ്. എന്താണ് ബയോകെമിക്കൽ? ബയോകെമിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കെമിക്കൽ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടത്. കെമിക്കൽ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബയോകെമിക്കൽ എന്ന് പറയുന്നത്. ഫിസിയോളജിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവശാസ്ത്രം. ബയോകെമിക്കൽ മീൻസ് കെമിക്കൽ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടത്. അതുപോലെ തന്നെ ഫിസിയോളജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവശാസ്ത്രം. ആൻഡ് എൻവയോൺമെന്റൽ ഇന്ററാക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരിസ്ഥിതിക ഇടപെടലുകൾ. അപ്പോൾ ഇവ മൂന്നിനെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പഠനത്തെയാണ് നമ്മൾ പറയുന്നത് സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന്. There are 6 systems followed in India. 6 systems ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത്. Hospitals are working on the basis of a different system of medicines. These are classifications of the allopathic hospitals, commercial hospitals. Okay. Allopathic എന്ന് പറഞ്ഞാൽ എന്താണ്? These are hospitals which follow an allopathic system of medicine termed as allopathic hospital. Okay. അതിന് എക്സാമ്പിൾ ആണ് ആസ്റ്റർ മെഡിസിൻ. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഹോസ്പിറ്റൽ ആയിട്ടുള്ള ആസ്റ്റർ മെഡിസിൻ എന്ന് പറയുന്നത്. എന്താണ്? അപ്പൊ ഈ അലോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിൻ ഫോളോ ചെയ്യുന്നത് അല്ലെ? അലോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിൻ. അലോപ്പതിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്ത് സിസ്റ്റമാണ് അവിടെ ഫോളോ ചെയ്യുന്നത് അലോപ്പതിക് എന്ന് പറയുമ്പോ? എന്താണ് അലോപ്പതിക്? എന്താണ് അലോപ്പതിക് എന്ന് പറഞ്ഞാല്? ഇംഗ്ലീഷ് മരുന്നുകൾ ഫോളോ ചെയ്യുന്ന ഹോസ്പിറ്റൽസിനെയാണ് അലോപ്പതിക് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ആസ്റ്റർ മെഡിസിറ്റി ആണ്. അതുപോലെ തന്നെ നമ്മളത് എഴുതി വെക്കാം കേട്ടോ. അലോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിൻ അതിനെ പറയുന്ന വേറൊരു പേരുണ്ട്. is also known as ബയോമെഡിസിൻ. ബയോമെഡിസിൻ എന്ന് പറയുന്നുണ്ട്. Biomedicine, BIO, biomedicines. Modern medicine, modern medicine. Next, conventional medicine. CONVENTIONAL. CONVENTIONAL
WESTIONAL, conventional medicine. Last one, Western medicine. WESTER, Western medicine. Allopathic system of medicine പറയുന്ന വേറൊരു പേരുകളാണ് എന്ത് ബയോമെഡിസിൻ ഉണ്ട്, മോഡേൺ മെഡിസിൻ ഉണ്ട്, കൺവെൻഷണൽ മെഡിസിൻ ഉണ്ട്, വെസ്റ്റേൺ മെഡിസിൻ ഉണ്ട്. ഓക്കെ, അലോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിൻ ഫോളോ ചെയ്യുന്ന ഹോസ്പിറ്റൽസ് അതിനെയാണ് നമ്മൾ അലോപ്പതിക് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് ആർട്സ് മെഡിസിൻ. നെക്സ്റ്റ് ആണ് ആയുഷ് ഹോസ്പിറ്റൽസ്. ആയുഷ് ഓർമ്മയില്ല, നമ്മളെവിടെ പഠിച്ചത് ആയുഷ്? എവിടെ പഠിച്ച ആയുഷ്? ഓർമ്മയുണ്ടല്ലേ? ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളില് ഹിസ്റ്ററിയിലാണ് പഠിച്ചത് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ അല്ലെ? ആയുഷ്. ഓക്കെ, ആയുഷ് ഈസ് ആൻ acronym for Ayurveda, Yoga and Naturopathy, യുനാനി, സിദ്ധ ആൻഡ് ഹോമിയോപ്പതി അല്ലെ? നമ്മൾ എന്താണ് ആയുഷിന്റെ ഒരു ചുരുക്കിയെഴുത്ത്. ആയുഷ് എന്ന് പറയുന്നത് ചുരുക്കിയെഴുത്താണ് അല്ലെ? അക്രീനം എന്ന് പറഞ്ഞാല് ചുരുക്കിയെഴുത്താണ്. ചുരുക്കിയെഴുത്ത് ഏതൊക്കെ ചുരുക്കിയെഴുത്താണ്? ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ and homeopathy. Okay, the system are the six Indian system of medicine prevalent and practiced in India and some of the few neighboring Asian countries. Asian countries like എന്താണ് പ്രാബല്യത്തിലുടനീളം പ്രാക്ടീസ് ചെയ്യപ്പെട്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു 6 ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് എന്ത് ആയുഷ് എന്ന് പറയുന്നത്. ഏഷ്യൻ കൺട്രീസിലൊക്കെ പ്രാബല്യത്തിലുടനീളവും അതുപോലെ തന്നെ പ്രാബല്യത്തിലുണ്ട്, അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള ഒരു 6 ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് ഇത് ആയുഷ് എന്ന് പറയുന്നത്. ആയുഷ് ഹോസ്പിറ്റൽസ് ആർ hospitals which are coming under the Ministry of Ayush. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആയുഷ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഈ ആയുഷിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞത്? ഫോർ എക്സാമ്പിൾ അഹല്യ ആയുർവേദ ഹോസ്പിറ്റൽ, ശാന്തിഗിരി, സിദ്ധ ഹോസ്പിറ്റൽസ്, ഇതൊക്കെയാണ് ഇന്ന് വരുന്നത് ആയുഷ് ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ആയുഷിന്റെ അവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള നമ്മള് ഹെൽത്ത് സിസ്റ്റത്തിൽ പഠിച്ചതാണ്. എ എന്ന് പറഞ്ഞാല് ആയുർവേദയാണ്, വൈ എന്ന് പറഞ്ഞാല് യോഗ, അതുപോലെ തന്നെ യുനാനി അല്ലെ? എന്ന് പറഞ്ഞാല് യുനാനി, എസ് എന്ന് പറഞ്ഞാല് സിദ്ധ, ഹോമിയോപ്പതി എന്ന് പറഞ്ഞാല് എച്ച് എന്ന് പറഞ്ഞാല് ഹോമിയോപ്പതി. അത്രയും കാര്യങ്ങൾ ഹോമിയോപ്പതി നാച്ചുറോപ്പതിയിലൊക്കെയാണ് നമ്മൾ പഠിച്ചത് നമ്മള്. ഓക്കെ, ആയുഷിന്റെ ചുരുക്കിയെഴുത്താണ് ഇതിന്റെയൊക്കെ ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, നാച്ചുറോപ്പതിയിലെ ചുരുക്കിയെഴുത്താണ് ആയുഷ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ആയുഷിന്റെ കീഴിൽ വരുന്നതാണ് ആയുഷ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇത്രയോട് ചാപ്റ്റർ വായിച്ചു നോക്കിയേ.
Okay, വായിച്ചു കഴിഞ്ഞോ? ഇവിടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇതിനകത്ത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റലൊക്കെ ഇമ്പോർട്ടൻറ്റ് ആണ്. അതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ, അധികം എന്താ വായിച്ചാൽ മനസ്സിലാവായിക അങ്ങനെയൊന്നുമില്ല. ഹിസ്റ്ററിയിലാണ് ഇത്തിരി ബുദ്ധിമുട്ട് വരുന്നത് അല്ലെ. ബോറിംഗ് ആവും നമുക്ക്, ഉറക്കം വരും വായിക്കുമ്പോൾ, ചിലപ്പോൾ മനസ്സിലാവില്ല. അങ്ങനെ പിന്നെ എന്താ ഈ ചാപ്റ്ററില് ക്വാളിറ്റീസ് ഇതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. പോയിന്റ്സുകളൊക്കെ ഒന്ന് നോക്കാം. ബാക്കി കുഴപ്പമില്ലല്ലോ വായിക്കാനായിട്ട്. ഓക്കെ, ഇത്രയും ഉള്ളൂ. നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ സിസ്റ്റം ഓഫ് മെഡിസിൻ. അത് ഇന്ന് എടുക്കുന്നില്ല, നെക്സ്റ്റ് ക്ലാസ് ഒക്കെ ഇടാം കേട്ടോ. ചാപ്റ്റർ സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് മിസ് എടുക്കാൻ പോകുന്നത്. നമ്മൾ പഠിച്ച ആയുർവേദ, യോഗ, യുനാനി ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. നമ്മൾ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ പഠിച്ചിട്ടുണ്ടല്ലേ. അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. സിമ്പിൾ ചാപ്റ്റർ ആണ്. അല്ലെങ്കിൽ പിന്നെ പോകവേ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. സെക്കൻഡ് മൊഡ്യൂള് ഇതിപ്പോ ഫിഫ്ത് മൊഡ്യൂളാണ്. സിക്സ്ത് മൊഡ്യൂളിലേക്ക് കിടക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട് വരാറുണ്ട്. ഇപ്പൊ വായിക്കുമ്പോൾ മനസ്സിലാവില്ല. ടീച്ചർമാര് പറയുന്ന കാര്യങ്ങൾ അപ്പൊ തന്നെ എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എക്സാമ്പിളോ അല്ലെങ്കിൽ ടീച്ചർമാര് പറയുന്ന കാര്യങ്ങൾ അപ്പൊ തന്നെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുത്തു നോക്കുമ്പോ ആ കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഇത്ര എടുക്കുന്നുള്ളൂ. ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. മോക്ക് ടെസ്റ്റ് ചെയ്തായിരുന്നോ നിങ്ങള്? ചെയ്ത് നോക്കിയോ മോക്ക് ടെസ്റ്റ്? ചെയ്തു. കിട്ടുന്നില്ലേ നിങ്ങക്ക്? ഓക്കെ ഓക്കെ. ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വായിച്ചു നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ കേട്ടോ. കിട്ടുന്നുണ്ട്. ഡൗട്ട് എന്തെങ്കിലും കിട്ടുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിച്ചാൽ മതി. മോക്ക് ടെസ്റ്റ് വന്നിട്ടില്ല? വന്നിട്ടുണ്ടല്ലോ, കുട്ടികളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. കിട്ടിയിട്ടില്ല മോക്ക് ടെസ്റ്റ്? ഒന്ന് പറഞ്ഞു കൊടുത്ത കുട്ടിക്ക് എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത്. നമ്മൾ ഡിപ്ലോമയില് ചെയ്തില്ലേ, അതുപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എങ്ങനെയാണ് ഡിപ്ലോമയിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്തത് അതുപോലെ തന്നെയാണ് ഇതിൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.